ഈശോ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പിതൃസ്വത്ത് പങ്കുവയ്ക്കാനുള്ള തർക്കത്തിൽ ഈശോ മധ്യസ്ഥനാകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ അല്ല താനെന്ന് അസന്നിഗ്ധമായി പറഞ്ഞ യേശു ഭോഷനായ ധനികന്റെ ഉപമയിലൂടെ അത്യാഗ്രഹത്തിന്റെ അപകടം വ്യക്തമാക്കുന്ന വചനഭാഗമാണ് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പങ്കുവെച്ചു തരുന്നത്. ധനികനായ മനുഷ്യൻ തൻ്റെ വിളവ് മുഴുവൻ ശേഖരിക്കുവാൻ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിത് ആത്മാവിനോട് തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഭോഷ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടുമെന്നും അപ്പോൾ നീ ഒരുക്കിയവ ആരുടേതാകുമെന്ന മറുചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും ഇതുപോലെ തന്നെയാണെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സമ്പത്തിനോടുള്ള അത്യാഗ്രഹവും കലഹങ്ങളുമാണ് ഇന്ന് പല കൊലപാതകങ്ങൾക്കും ആത്മഹത്യകൾക്കും അക്രമങ്ങൾക്കും പിന്നിലുള്ളതെന്ന് തിരിച്ചറിയുക. നാം അമിതമായി നേടിയ സമ്പത്തൊന്നും നമുക്ക് സമാധാനവും സംതൃപ്തിയും തരികയില്ലെന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ജീവിതത്തിൽ നാം സമ്പാദിച്ചു വെച്ചവയൊന്നും ശാശ്വതമായി നിലനിൽക്കുകയില്ല എന്നും മരണത്തിനപ്പുറം നിലനിൽക്കുന്നത് നമ്മുടെ സുഹൃത ജീവിതം വഴി നാം നേടിയെടുത്ത പുണ്യങ്ങൾ മാത്രമാണെന്നും തിരിച്ചറിയുക. ദൈവസമക്ഷം നാം കരുതി വയ്ക്കുന്ന ഈ പുണ്യങ്ങൾ മാത്രമാണ് നമ്മുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ പകർന്നു നൽകുന്നുള്ളൂ. സമ്പാദ്യം കുന്നുകൂട്ടിവെക്കുവാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ദൈവത്തെക്കാളും വലിയവനാണ് താനെന്ന ചിന്തകൾക്കിടയിൽ ഒരു സമയം ഭോഷ, നിന്റെ ആത്മാവിനെ ഞാൻ ഇന്നെടുത്താൽ അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമെന്ന് ഈശോ നമ്മയും നോക്കി ചോദിക്കുന്നുണ്ട്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോട് നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാനും മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ധാരാളം പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനും ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഉപരി നിന്നെ സ്നേഹിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഇന്നേ ദിവസം തരണമേ എന്ന്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോടൊപ്പമുള്ള ഒരു നല്ല ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ധാരാളം ജപമാലകൾ ചൊല്ലി ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ നമുക്ക് സ്തുതിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.